എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ആത്മാവിനെ പറ്റിയാണ്. എന്താണ് ആത്മാവ്? എന്താണ് പരമാത്മാവ്? ഈ ആത്മാവിനെ കുപ്പിയിലോ പ്രതിമയിലോ മറ്റേതെങ്കിലും വസ്തുക്കളിലോ ആവാഹിക്കാനോ മറ്റ് ലോകങ്ങളിലേക്ക് പറഞ്ഞയക്കാനോ മുക്തി നൽകാനോ ഒക്കെ കഴിയുമോ? ഈ വിഷയത്തിൽ നാരായണ ഗുരു എന്തു പഠിപ്പിക്കുന്നു? ശാസ്ത്രം എന്തു പറയുന്നു? ഇതാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. ആത്മാവ് എന്തല്ല, എങ്ങനെയൊക്കെ അതിനെ മനസ്സിലാക്കരുത് എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം തുടങ്ങാം. സാധാരണ നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അദൃശ്യമായി വസിക്കുന്ന ഒരു വിശേഷപ്പെട്ട ശക്തിയാണ് ആത്മാവ്. അത് പുരികത്തിൻ്റെ മധ്യത്തിലോ ഹൃദയത്തിലോ ആകാം. ജനന സമയത്ത് ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നു. മരണശേഷം ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ആ പോക്ക് നേരെ പോയാൽ ഒന്നുകിൽ സ്വർഗത്തിൽ, അല്ലെങ്കിൽ നരകത്തിൽ, അല്ലെങ്കിൽ പുനർജനിക്കും. ചില ആത്മാക്കൾ ഇവിടെ ഭൂമിയിൽ കറങ്ങി നടക്കും. ചില ആത്മാക്കൾ ഓജോ ബോർഡുകളിൽ പങ്കെടുക്കും. ആത്മാക്കളിൽ തന്നെ നല്ല ആത്മാവുണ്ട്, ദുരാത്മാക്കളുണ്ട്. ചില ആത്മാക്കൾ സ്വന്തക്കാരെ പിന്തുടർന്ന് ശല്യം ചെയ്യും. ചില ആത്മാക്കൾ പ്രതികാരദാഹികളാണ്. ബന്ധുക്കൾക്ക് പല ദോഷങ്ങളുടെയും കാരണക്കാരായി ഈ ആത്മാക്കൾ പിന്തുടർന്ന് പ്രവർത്തിക്കും. അപ്പോൾ നോട്ടക്കാരൻ പരിശോധനകൾ നടത്തി ആത്മാവാണ് പ്രശ്നക്കാരനെന്ന് കണ്ടെത്തുകയും പരിഹാരമായി വൈദിക കർമ്മങ്ങളും മറ്റും ചെയ്ത് ഈ ആത്മാവിനെ ആവാഹിച്ച് പിടികൂടി എവിടെയെങ്കിലും കൊണ്ടിരുത്തും. അങ്ങനെ ചെയ്താൽ പിന്നെ ഉപദ്രവം തീരെ ഉണ്ടാകില്ല, ഒന്നും പേടിക്കേണ്ട. ഈ രീതിയിലൊക്കെയുള്ള കഥകളാണ് ആത്മാവിനെ പറ്റി പൊതുവെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ കേട്ടിരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും. ആത്മാവ് എന്ന വിഷയം നാരായണ ഗുരു നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് അറിയാനായി വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുമായി നമ്മൾ സാധാരണ കേട്ടുപോരുന്ന ഇത്തരം കേൾവികളെ താരതമ്യം ചെയ്തു നോക്കിയാൽ ഇപ്പറഞ്ഞതൊക്കെ ശുദ്ധ അസംബന്ധങ്ങളും വെട്ടിത്തരങ്ങളും മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ആത്മാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അന്ധവിശ്വാസം എന്നാണ് സാധാരണഗതിയിൽ തോന്നാൻ സാധ്യത. അതിൻ്റെ കാരണം മേൽപ്പറഞ്ഞ പരിഹാസ്യമായ ഇത്തരം കഥകളും അതിൻ്റെ പേരിൽ നടക്കുന്ന മുതലെടുപ്പുകളുമൊക്കെയാണ്. നാരായണ ഗുരു നമുക്ക് മുമ്പിൽ വെച്ച അറിവുകളുടെ വെളിച്ചത്തിൽ ഈ വിഷയത്തെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആത്മാവ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആദ്യം മനസ്സിലാക്കണം. അതൊരു സംസ്കൃത പദമാണ്. അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നത് എന്നാണ്. ആതതമായിരിക്കുന്നത് കൊണ്ട് അത് ആത്മാവ് എന്ന് പ്രശ്നോപനിഷത്തിൽ പറയും. അപ്പോൾ നമുക്ക് തോന്നാം, ആത്മാവ് എവിടെ എങ്ങനെ വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ പറഞ്ഞാൽ, അനേക രൂപത്തിലും വലിപ്പത്തിലുമുള്ള എല്ലാ തിരമാലകളിലും വ്യാപിച്ചു നിറഞ്ഞിരിക്കുന്ന സത്യം ജലം ആയിരിക്കുന്നത് പോലെ ഇവിടെ ഈ ലോകത്ത് ഉള്ളതായി എന്തെല്ലാമുണ്ടോ അതെല്ലാമായി വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നത് ഏതൊരു റിയാലിറ്റിയാണോ അതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ആത്മാവ്. അല്ലെങ്കിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളടങ്ങുന്ന ഈ പ്രപഞ്ചമായി നിരന്തരം രൂപം പകർന്നുകൊണ്ടിരിക്കുന്ന പൊരുൾ, അതാണ് ആത്മാവ്. ഇങ്ങനെ സദാ വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമായിരിക്കുന്ന സത്യം എന്ന അർത്ഥത്തിൽ ഈ ആത്മാവിനെ ബ്രഹ്മമെന്നും വിളിക്കും. ആത്മാവ് ബ്രഹ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യമാണ്. പിന്നെ മറ്റൊരു തരത്തിൽ കൂടി ഇതേ കാര്യത്തെ പറഞ്ഞു പോരാറുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരൊറ്റ സത്യം തന്നെയാണ് നമ്മൾ അടങ്ങുന്ന ഈ ലോകമായിട്ടിരിക്കുന്നത് എന്ന്. നമ്മളായി തീർന്ന സത്യം, അല്ലെങ്കിൽ അവരവരായി തീർന്ന സത്യം എന്ന അർത്ഥത്തിൽ ആ പൊരുളിനെ ആത്മാവെന്നോ ജീവാത്മാവെന്നോ പറയും. അതുപോലെ സകല പ്രപഞ്ചവുമായി തീർന്നിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അതേ പൊരുളിനെ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഒക്കെ പറഞ്ഞു പോരുകയും ചെയ്യും. എന്തിന്? നമുക്ക് വകതിരിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സത്യം അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന വസ്തു രണ്ടാകുന്നില്ല. ഈ ആത്മാവും ബ്രഹ്മവും രണ്ടല്ല എന്നതിന് ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ പറഞ്ഞാൽ, തിരമാലയും കടലും എന്ന് പറയുന്നത് പോലെ മാത്രമാണ്. തിരമാലയും കടലും വാസ്തവത്തിൽ ജലം എന്ന ഒരൊറ്റ സത്യം തന്നെയാണെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് വകതിരിച്ചറിയാനായി ആകവേ ഉള്ളതിനെ കടലെന്നും അതിലുള്ള ഒരു പ്രത്യേക രൂപത്തെ തിരമാല എന്നും വിളിക്കുന്നു. അത്രയേ ഉള്ളൂ.
അതുപോലെ തന്നെയാണ് ഇവിടെയും കടലിൻ്റെ സ്ഥാനത്ത് ബ്രഹ്മത്തെയും അല്ലെങ്കിൽ പരമാത്മാവിനെയും തിരിയുടെ സ്ഥാനത്ത് ജീവാത്മാവിനെയും കാണുക. രണ്ടും ഒരൊറ്റ സംഗതി തന്നെ. വകതിരിച്ചറിയാൻ നമ്മൾ കൊടുത്ത പേരുകളെ മാറുന്നുള്ളൂ, യാഥാർത്ഥ്യം മാറുന്നില്ല. ഇനി ഇപ്പറഞ്ഞ ആത്മാവ് എന്ന് പറയുന്ന സംഗതി അത് എവിടെ സ്ഥിതി ചെയ്യുന്നു, അതിൻ്റെ വലിപ്പം എന്ത്, ശരീരത്തിൽ അത് എവിടെ വസിക്കുന്നു, അത് എത്ര നാൾ ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ മരണമില്ലാത്തതാണോ, പ്രപഞ്ചത്തിൻ്റെ എത്ര ശതമാനമാണ് ആത്മാവ്, ഇങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് മുൻപോട്ട് വയ്ക്കാൻ കഴിയും. ആത്മാവിൻ്റെ വലിപ്പം നോക്കിയാൽ അതിൻ്റെ ഉത്തരം നമ്മൾ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചം എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നതിൽ ചെന്ന് നിൽക്കും. എന്തുകൊണ്ടെന്നാൽ പ്രപഞ്ചമായി തീർന്നിരിക്കുന്ന പൊരുളിന് പറയുന്ന പേരാണ് ആത്മാവ്. ഒരൊറ്റ ഉദാഹരണം കൊണ്ട് ഗുരു നമുക്ക് അത് വിശദീകരിച്ചു തരുന്നുണ്ട്. ഹടശരാവാദീവ മൃത് സത്തയ എന്ന് വെച്ചാൽ എല്ലാ മൺകുടത്തിലും മൺപാത്രത്തിലും മൺചട്ടിയിലുമെല്ലാം എപ്രകാരമാണോ മണ്ണ് എന്ന സത്യം നിറഞ്ഞു വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ ആത്മാവ് എന്ന സത്യം വ്യാപിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ ആത്മാവ് ഇരിക്കുകയല്ല, ആത്മാവ് പ്രപഞ്ചമായി ഇരിക്കുകയാണ്, മണ്ണ് കുടമായി ഇരിക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ഭാവനയ്ക്കും അറിവിനുമൊക്കെ വിഷയമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാമായി തീർന്നിരിക്കുന്ന സത്യമാണ് ആത്മാവ്. ഉദാഹരണത്തിന് ഊർജം, ആറ്റങ്ങൾ, തന്മാത്രകൾ, വസ്തുക്കൾ, ഞാന്, നിങ്ങള്, ഭൂമി, പ്രപഞ്ചം, ദ്രവ്യം, പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അറിയപ്പെടാതെ കിടക്കുന്നത്, അങ്ങനെയുള്ള സകലതുമായി തീർന്ന അനന്തമായ പൊരുളാണ് ഇപ്പറഞ്ഞ ആത്മാവ്. അതുകൊണ്ടാണ് നാരായണ ഗുരു പറയുന്നത്, പരമാത്മാവല്ലാതെ ഇവിടെ ഒന്നുമില്ല, മറ്റൊന്നുമില്ല എന്ന്. ഈ ആത്മാവ് അനന്തമായി രൂപം പകർന്ന് പ്രകാശിക്കുന്നത് പരിശോധിച്ച് നോക്കിയാൽ ഞാനുണ്ട് എന്ന നമ്മുടെ അറിവിനോടൊപ്പം അറിവിന് വിഷയമായിരിക്കുന്ന പ്രപഞ്ചമെന്ന അറിവ്, പിന്നെ അറിവിന് വിഷയമാകാത്തവ അല്ലെങ്കിൽ അറിയാത്തവ എന്ന നിലയിൽ നീണ്ടുകിടക്കുന്ന അറിവ്, അങ്ങനെ സബ്ജക്റ്റീവായും ഒബ്ജക്റ്റീവായും നമ്മുടെ അനുഭവത്തിൽ അനന്തമായി പ്രകാശിക്കുന്നത് സകലതും ഈ ആത്മാവ് തന്നെയാണ്. അപ്പോൾ ഈ പ്രപഞ്ചം അനന്തമാകുന്നത് കൊണ്ട് അതായിത്തീർന്ന ആത്മാവെന്ന പൊരുളും അനന്തമായിരുന്നേ മതിയാകൂ. അതുകൊണ്ട് ആത്മാവ് അനന്തമാണ്. ഇപ്പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആത്മാവിന് എങ്ങോട്ടെങ്കിലും പോകാൻ കഴിയുമോ? പോകുക എന്ന് വച്ചാൽ ഇപ്പോൾ ആത്മാവുള്ള ഇടത്തിൽ നിന്ന് ആത്മാവില്ലാത്ത മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുക എന്നാണ് അർത്ഥം. പ്രപഞ്ചം മുഴുവൻ ആയിത്തീർന്ന് നിലനിൽക്കുന്നത് ആത്മാവാണ്. അതായത് എങ്ങും ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല. അതുതന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതിന് എങ്ങോട്ടെങ്കിലും പോകാൻ കഴിയുമോ? എല്ലായിടത്തും അത് തന്നെ, അതില്ലാത്ത ഒരു സ്ഥലവുമില്ല. അങ്ങനെ ഇരിക്കെ എവിടുന്ന് എങ്ങോട്ട് പോകും? ഒരിടത്തും പോകാൻ കഴിയില്ല. അപ്പോൾ ജനന സമയത്ത് ആത്മാവ് വരുന്നുവെന്നും മരണസമയത്ത് ആത്മാവ് പോകുന്നു എന്നതും തികഞ്ഞ അസത്യങ്ങൾ മാത്രമാണ്. വരവും പോക്കുമില്ലാത്ത സർവ്വവ്യാപിയാണ് ആത്മാവ്. ഇനി ആത്മാവിനെ കുടത്തിലോ പ്രതിമയിലോ മറ്റേതെങ്കിലും വസ്തുക്കളിലോ ഒക്കെ ആവാഹിക്കുന്ന ഏർപ്പാടിനെ നോക്കാം. നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രപഞ്ചമായിരിക്കുന്നതും അതിലെ ഭൂമിയായിരിക്കുന്നതും അതിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലമായി തീർന്നിരിക്കുന്നതും ഇവിടെ ആവാഹിക്കുന്നവനായി തീർന്നിരിക്കുന്നതും ആവാഹിക്കാൻ അവൻ കൊണ്ടുവന്നിരിക്കുന്ന കുടമോ പ്രതിമയോ ആയിരിക്കുന്നതും ആവാഹിക്കണം എന്ന അവൻ്റെ അബദ്ധസങ്കല്പമായിരിക്കുന്നതും സകലതും ഈ ആത്മാവ് തന്നെയാണ്. ഈ ആവാഹനം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്താണ്? ഒരു വസ്തു ഒരിടത്ത് ഉണ്ട്, ആ ഉള്ളിടത്ത് നിന്ന് ആ വസ്തുവിനെ എടുത്ത് അതില്ലാത്ത മറ്റൊരിടത്താക്കുക. അത് കുടത്തിലാകാം, പ്രതിമയിലാകാം, അയാൾ എവിടെയാണോ പ്ലാൻ ചെയ്തത് അവിടെയൊക്കെ ആകാം. ഇതാണ് ആവാഹനം. നമ്മൾ മനസ്സിലാക്കിയ ആത്മാവിൻ്റെ കാര്യത്തിൽ ഈ ഏർപ്പാട് നടക്കുമോ? നടക്കത്തില്ല, അസംബന്ധമാണ്. ഒരു ഉദാഹരണം നോക്കിയാൽ സ്പേസ് അല്ലെങ്കിൽ ആകാശം അതെല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു, അതില്ലാത്ത ഒരിടവുമില്ല. അങ്ങനെയുള്ള സ്പേസിനെ ഒരിടത്ത് നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും ആവാഹിക്കാൻ കഴിയുമോ? ഒരു കുടത്തിൽ പിടികൂടാൻ കഴിയുമോ? ഇല്ല. എങ്ങും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നതിനെ എങ്ങനെയാണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് മാറ്റുക?
അതുകൊണ്ടാണ് എല്ലാമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിനെ ആവാഹിക്കുക എന്നത് തികഞ്ഞ അസംബന്ധം മാത്രമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രതിമയിലും മറ്റു വസ്തുക്കളിലുമൊക്കെ ആവാഹിക്കുന്നതോ അത് ഒരു വിഷയവിവരമില്ലാത്ത ഒരു സങ്കല്പം എന്നതിനപ്പുറം മറ്റൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്നയാൾ ആ വിഷയം അറിയാതെ ആത്മാവിനെ ഞാൻ ആവാഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു അസത്യം പറയുന്നു. എന്നിട്ട് മറ്റുള്ളവരോട് ഈ വിവരം പറയുന്നു. താൻ ആത്മാവിനെ ആവാഹിച്ചിട്ടുണ്ട്, ഇനി കൊണ്ടുപോയി ധൈര്യമായി ഇരുത്തിക്കോ, ഇനി ഒരു ശല്യവും ഉണ്ടാകില്ല. അത് ഉടനെ വിശ്വസിച്ച് അപ്പാടെ അങ്ങനെ ചെയ്യുന്ന ഈ വിഷയത്തിൽ അറിവില്ലാത്ത വിശ്വാസികളുടെ ബാലിശമായ വിശ്വാസം എന്നതിനപ്പുറത്ത് ഒരു വസ്തുതയും ഉള്ള കാര്യമല്ല ഇപ്പറഞ്ഞ ആത്മാവിനെ പിടുത്തം. അതിരിക്കട്ടെ, ഇനി ആത്മാവിന് എങ്ങോട്ടെങ്കിലും വരാൻ കഴിയുമോ? ഉള്ള ഇടത്ത് നിന്ന് ഇല്ലാത്ത ഇടത്തേക്ക് എത്തുന്നതാണ് വരൽ പ്രക്രിയ. ആത്മാവില്ലാത്ത ഒരു ഇടവുമില്ല. എങ്ങും നിറഞ്ഞു നിൽക്കുന്നതിന് എങ്ങോട്ടും വരൽ സാധ്യമല്ല. അപ്പോൾ ജനിക്കുമ്പോൾ വന്ന് കയറുന്നതല്ല ഈ ആത്മാവ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ജനിക്കുമ്പോൾ നമ്മളിലേക്ക് വന്നു കയറുന്ന ഒരു വിശേഷ ശക്തിയാണ് ആത്മാവ് എന്നത് ഒരു തെറ്റായ ഭാവന മാത്രമാണ്. ഇനി ആത്മാവിനെ ബന്ധിക്കാൻ കഴിയുമോ? എങ്ങനെ? എല്ലായിടത്തും ബന്ധിക്കുന്നവനിൽ പോലും നിറഞ്ഞ് ബന്ധിക്കുന്നവനായി തീർന്ന റിയാലിറ്റിയെ ഒരാൾ എങ്ങനെ ബന്ധിക്കും? അതും തികഞ്ഞ ഒരു അബദ്ധഭാവന മാത്രമാണ്. ഇനി ആത്മാവിനെ മറ്റ് ലോകങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ കഴിയുമോ? ഈ ലോകവും മറ്റ് ലോകങ്ങളുണ്ടെങ്കിൽ ആ ലോകങ്ങളുമായി തീർന്നിരിക്കുന്ന സത്യമാണ് ആത്മാവ്. അപ്പോൾ എങ്ങനെ ഈ പറഞ്ഞയക്കൽ പ്രക്രിയ സാധിക്കും? അതും മറ്റൊരു അസംബന്ധം മാത്രം. അപ്പോൾ മരിക്കുമ്പോൾ ശരീരത്തു നിന്ന് ചാടിപ്പോകുന്ന ഒരു വിശേഷ ശക്തിയല്ല ആത്മാവ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഇനി ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം കൂടി പറയാം. ആത്മാവ് എന്നത് സ്വയം പൂർണ്ണവും മുക്തവുമാണ്. അത് വഴിയേ പറയാം. സ്വയം പൂർണ്ണവും മുക്തവുമായി ഇരിക്കുന്ന ആത്മാവിന് ഒരു വൈദികനെ വിളിച്ചുകൊണ്ട് വന്ന് ശാന്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ സാധ്യമാണോ? ഒരിക്കലുമല്ല. വിഷയത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനം നിമിത്തം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണവ. സകലതും ആയി തീർന്നിരിക്കുന്ന സത്യമാണ് ആത്മാവെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ആത്മാവ് ഉണ്ട് എന്നതിന് തെളിവന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം എല്ലാവർക്കും അത് അവരവരിൽ തന്നെ തെളിവുള്ള അല്ലെങ്കിൽ അനുഭവമുള്ള കാര്യമാണ്. പക്ഷെ അതിലേക്ക് നമ്മുടെ ആരുടെയും ശ്രദ്ധ അത്രമാത്രം പോകാത്തതിനാൽ ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണത്തിൽ വരുന്നില്ല എന്ന് മാത്രം. എല്ലാത്തിലും ഒരു തെളിവൊക്കെ വേണമല്ലോ. നമുക്ക് നോക്കാം. നാരായണ ഗുരു പറയും, ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവ്, അറിവതു താൻ അധ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം എന്ന്. കടലിൽ സത്യമായിരിക്കുന്നത് ജലമാണെങ്കിൽ തിരമാലയിലും സത്യമായിരിക്കുന്നത് ജലമായിരുന്നേ മതിയാകൂ. അതുപോലെ ഈ പ്രപഞ്ചമായി തീർന്നത് ആത്മാവായതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ എന്നിലും നിങ്ങളിലും പൊരുളായിരിക്കുന്നതും ഇപ്പറഞ്ഞ ആത്മാവ് തന്നെ ആയിരിക്കണം, അല്ലാതെ നിവൃത്തിയില്ല. ഈ ആത്മാവിനെ മനസ്സിലാക്കാൻ നമ്മൾ ഒരു ഇരുട്ടുമുറിയിൽ കണ്ണടച്ചിരിക്കുക. ഞാൻ ഉണ്ട് എന്ന ഒരനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ആ ഉണ്മാനുഭവം ആത്മാവിൻ്റെ ഒരു സ്ഫുരണമാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവ് എന്ന്. ഒരു ഇരുട്ടുമുറിയിൽ കണ്ണടച്ചിരുന്നാൽ കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ ഞാൻ ഉണ്ട് എന്ന അനുഭവം സ്വയം പ്രകാശിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയുന്ന കാര്യമാണ്. ആ ഉണ്ട് എന്ന അനുഭവത്തെ സംസ്കൃതത്തിൽ സത്ത് എന്ന് പറയും. ഈ സത്താനുഭവമില്ലാത്ത അല്ലെങ്കിൽ ആത്മാനുഭവമില്ലാത്ത ഒരു യുക്തിവാദിയെങ്കിലും ലോകത്തുണ്ടാകുമോ? ഒരിക്കലുമില്ല. ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ് അവരവർ ഉണ്ട് എന്ന ആത്മാനുഭവം, അല്ലെങ്കിൽ ഈ അസ്തിത്വാനുഭവം. അതാണ് ആത്മാവ്. ഈ നിലയിൽ ആത്മാവ് എന്നതിന് ഞാൻ എന്നും അർത്ഥമുണ്ട്. ഈ അനുഭവം നമുക്ക് അനുഭവേദ്യമാണ്.
പക്ഷെ ഒരു മറവിലാണ് ആ അനുഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ അനുഭവത്തിൻ്റെ പൂർണ്ണതയെ അത് സ്വയം എങ്ങനെയാണോ പരിപൂർണമായിരിക്കുന്നത് അങ്ങനെ അതിനെ നമ്മൾ അനുഭവിക്കുന്നുമില്ല. ഈ അനുഭവത്തെ ഗുരു നിർദ്ദേശിക്കുന്ന മെത്തേഡിലൂടെ ആഴത്തിൽ അന്വേഷിച്ച് ചെന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം നമുക്ക് അനുഭവ രൂപത്തിൽ തെളിഞ്ഞ് പ്രകാശിച്ച് കിട്ടും. ഓരോ മനുഷ്യരിലും ഞാൻ എന്ന രൂപത്തിൽ പ്രകാശിക്കുന്ന ഈ ആത്മാവ് ഓരോ മനുഷ്യരിലും, എന്നിലും, നിങ്ങളിലും, അപ്പുറത്ത് നിൽക്കുന്ന ആളിലുമൊക്കെ വേറെ വേറെയാണ് എന്ന് തോന്നാമെങ്കിലും അത് ഒരൊറ്റ ബോധസത്തയാണ് എന്നാണ് ഗുരു പഠിപ്പിക്കുന്നത്. നമുക്കപ്പോൾ തോന്നിയേക്കാം ഈ പ്രപഞ്ചമായി പ്രകാശിക്കുന്നത് ആത്മാവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ന അനുഭവ രൂപത്തിൽ മാത്രമേ ഈ ആത്മാവ് പ്രകാശിക്കുന്നുള്ളൂ എന്ന്. അങ്ങനെയല്ല. ആത്മാവാണ് ആ ബോധത്തിൽ തന്നെ പ്രതീതമാകുന്ന എണ്ണിയാലൊടുങ്ങാത്ത പ്രപഞ്ചാനുഭവങ്ങളുടെ രൂപത്തിൽ അനേക നാമരൂപങ്ങളായും, ഉദാഹരണത്തിന് നമ്മുടെ ഇന്ദ്രിയങ്ങളും ശരീരവും കർത്തൃത്വവും അതിലെ കർമ്മങ്ങളും അല്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചമായും എല്ലാം സകലതുമായും ഒരു ഇന്ദ്രജാലം പോലെ വിരിഞ്ഞ് പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ന് ഗുരു പഠിപ്പിക്കുന്നു. ഞാൻ എന്ന അനുഭവ രൂപത്തിലുള്ള ഈ ആത്മാവിലാണ് ഈ ശരീരം അടങ്ങുന്ന, പുറത്ത് പ്രപഞ്ചവും അടങ്ങുന്ന ഈ വിശാലമായ പ്രപഞ്ചാനുഭവം നമുക്കുണ്ടാകുന്നത് എന്ന കാര്യം അവിശ്വസനീയമായി തോന്നിയേക്കാം. എങ്കിലും നമുക്കതിനെ ഒന്ന് ചുരുക്കി പരിശോധിക്കാം. ഈ ഉണ്ട് എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്ന ആത്മാവുള്ളത് എങ്ങനെയാണ് എന്ന് കൂടുതൽ അന്വേഷിച്ച് ചെന്നാൽ ഉണ്ട് എന്ന അനുഭവ രൂപത്തിലുള്ള അറിവിൻ്റെ രൂപത്തിലാണ് അത് അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. നമ്മുടെ കാര്യമെടുത്താൽ ഞാൻ ഉണ്ട് എന്നത് എൻ്റെ അറിവിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ഈ ശരീരമാണ് ഞാൻ എന്നത് എൻ്റെ അറിവിലുണ്ടായ മറ്റൊരനുഭവമാണ്. എനിക്ക് വിശക്കുന്നു എന്നത് എൻ്റെ അറിവിൽ ഉണ്ടായ മറ്റൊരനുഭവമാണ്. ഞാനിവിടെ കസേരയിലിരിക്കുന്നു എന്നത് എൻ്റെ അറിവിൽ അല്ലെങ്കിൽ ബോധത്തിലുണ്ടായ മറ്റൊരനുഭവമാണ്. എനിക്ക് വിശക്കുന്നു എന്നതും ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നതും വിശപ്പ് മാറുന്നു എന്നതുമൊക്കെ എൻ്റെ അറിവിൽ ഉണ്ടായ പല പല അനുഭവങ്ങളാണ്. ഞാൻ ഇന്ന പട്ടണത്തിലാണ് എന്നത് ഇപ്പോൾ എൻ്റെ അറിവിലുണ്ടായ ഒരു അനുഭവമാണ്. അങ്ങനെ ഇവിടെയുള്ള എന്തിനെ എടുത്തു നോക്കിയാലും അതെല്ലാം നമ്മുടെ അറിവിൽ ഉണ്ടായ അനുഭവങ്ങൾ മാത്രമാണ്. അങ്ങനെയല്ലേ? ആലോചിച്ച് നോക്കിയാൽ അതെ. ഈ അനുഭവങ്ങൾ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്? അവ അനുഭവ രൂപത്തിലുള്ള അറിവുകൾ മാത്രമാണ്. അനുഭവ രൂപത്തിലുള്ള അറിവുകൾ മാത്രമാണ്. അപ്പോൾ കോൺക്രീറ്റായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം പോലും അസംഖ്യം അനുഭവ രൂപത്തിലുള്ള അറിവുകളുടെ നിരന്തരതയാണ്. അതാണ് ഈ പ്രപഞ്ചാനുഭവം. ഈ അനുഭവം ഏത് രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അറിവിൻ്റെ രൂപത്തിൽ. അറിവിൻ്റെ രൂപത്തിൽ അത് എങ്ങനെ സ്ഥിതി ചെയ്യും എന്ന് ചോദിച്ചാൽ അറിവായിട്ട് തന്നെ സ്ഥിതി ചെയ്യും. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ ശരീരവും പ്രപഞ്ചവും ഒക്കെ അറിവിൻ്റെ രൂപത്തിൽ അറിവായി ഇരിക്കുന്നു എന്ന്. ഇങ്ങനെ അറിവുകളുടെ രൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചം എവിടെ സ്ഥിതി ചെയ്യുന്നു? അതിനൊരു ആധാരം വേണ്ടേ എന്ന് ചോദിച്ചാൽ ഞാനെന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്ന ബോധത്തിൽ എന്നാണ് ഉത്തരം. ഈ ബോധത്തിനെ അല്ലെങ്കിൽ അറിവിനെ തന്നെയാണ് ആത്മാവെന്ന് വിളിക്കുന്നത്. ഈ കാര്യം മറന്നു പോകരുത്. അതുകൊണ്ടാണ് നാരായണ ഗുരു പറയുന്നത് അറിവിലിരുന്നസംഖ്യം പൊരിയിളകി ഭുവനം സ്ഫുരിക്കയാലേ എന്ന്. ഒരു തീക്കുണ്ടത്തിൽ നിന്ന് ആ തീ തന്നെ ധാരാളം തീപ്പൊരികളായി ഇളകി ഇളകി തെറിക്കുന്നത് പോലെ ആത്മാവെന്നോ ബോധമെന്നോ പറയാവുന്ന അറിവിൽ നിന്ന് നമ്മളടങ്ങുന്ന ഈ ലോകം എണ്ണിയാലൊടുങ്ങാത്ത അറിവിൻ്റെ രൂപത്തിലുള്ള അനുഭവങ്ങളുടെ നിരന്തര പ്രവാഹമായി ഈ പ്രപഞ്ചം ഇപ്രകാരം പ്രകാശിക്കുന്നു. അതുതന്നെ അല്പം സാഹിത്യ ഭാഷയിൽ ഗുരു പറയും, അറിവിലനാദിയതായി നടന്നിടും തൻ തിരുവിളയാടൽ ഇത് എന്നറിഞ്ഞിടേണം.
ഈ ബോധത്തിൽ നടക്കുന്ന അറിവിൻ്റെ നിരന്തരമായ ഒരു കളിയാണ് ഈ പ്രപഞ്ചമെന്ന്. ഇപ്പറഞ്ഞ അറിവ് തന്നെയാണ് കേട്ടോ ആത്മാവ്. ഇങ്ങനെ അറിവിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉണ്ട് എന്ന അനുഭവ രൂപത്തിലുള്ള ആത്മാവിനെ സംസ്കൃതത്തിൽ ചിത്ത് എന്ന് വിളിക്കും. ഈ ആത്മാവിനെ അതിൻ്റെ പരിപൂർണതയിൽ അറിഞ്ഞാൽ അതൊരു മനുഷ്യന് എത്തിച്ചേരാവുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പരമാവധി കൂടിയാണ്, അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ പരിപൂർണത കൂടിയാണ്. അതുകൊണ്ട് ഇതേ ആത്മാവിനെ ആനന്ദമെന്നും വിളിക്കും. അത് ശാന്തിയുടെ പരിപൂർണത കൂടിയാണ്. അത് നിത്യമുക്തമാണ്, സർവസ്വതന്ത്രമാണ്. അപ്പോൾ ഈ ആത്മാവിനെ നമ്മൾ പരിശോധിച്ചപ്പോൾ അത് ഉള്ളത് എന്ന നിലയിൽ സത്ത് എന്ന് വിളിക്കുന്നു എന്ന് കണ്ടു. ഉള്ളത് അറിവായിട്ടാണ് എന്ന നിലയിൽ ചിത്ത് എന്ന് വിളിക്കുന്നു എന്ന് മനസ്സിലാക്കി. അത് അനുഭവതലത്തിൽ ആനന്ദത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ പരിപൂർണതയാണ്. ആ നിലയിൽ അത് ആനന്ദം കൂടിയാണ് എന്ന് കണ്ടു. ഈ മൂന്നിനെയും ചേർത്ത് ആത്മാവിനെ സത്ത്, ചിത്ത്, ആനന്ദം, അതായത് സച്ചിദാനന്ദം എന്നും വിളിക്കുന്നു. ഞാൻ എന്ന അനുഭവ രൂപത്തിലുള്ള അറിവ് തന്നെയാണ് ആത്മാവ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതാണ് നാരായണ ഗുരു പറയുന്നത് നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന്. സത്യവും ജ്ഞാനവും ആനന്ദവുമായ ആ ആത്മാവാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും എന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരു നമ്മോട് പറഞ്ഞത് നാം ശരീരമല്ല, അറിവാകുന്നു എന്ന്. ഈ ബോധത്തിൽ ഉണ്ടായി നിലനിന്ന് മറയുന്ന അനേകം അറിവുകളിൽ ഒരറിവ് മാത്രമാണ് ഞാൻ ശരീരമാണ് എന്ന അറിവ്. ഇവിടെ പറയുന്ന അറിവ് ഞാൻ ശരീരമാണ് എന്ന അറിവ് ഏതൊരറിവിലാണോ ഉണ്ടായത് ആ അറിവിൻ്റെ കാര്യമാണ്. അതാണ് ആത്മാവ്. ഈ ആത്മാവും ബ്രഹ്മവും സച്ചിദാനന്ദവുമെല്ലാം ഒറ്റ കാര്യം തന്നെയാണ്. നമ്മൾ കണ്ടു, ഗുരു പറഞ്ഞു ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവ് എന്ന്. അതെന്താണ് ഇരുളിലിരുന്നറിയുന്നത്? ഞാൻ എന്നതാണ്. അപ്പോൾ ഈ ഞാൻ എന്താണ്? ഗുരു പറയും ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മം തന്നെയാണ്. അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാണ് എന്ന്. അതായത് ഞാൻ സമം ആത്മാ സമം ബ്രഹ്മം. ഇത് മൂന്നും ആത്മാവ് എന്ന ഒറ്റ സംഗതി തന്നെ. ഇത്തരത്തിൽ നമ്മൾ നമ്മളുടെ അസ്തിത്വത്തെ അന്വേഷിക്കുമ്പോൾ ആത്മാവ് എന്ന ആത്മസത്യം മാത്രമാണ് ഞാൻ എന്ന കാര്യമാണ് അറിയാൻ കഴിയുന്നത്. ഈ നിലയിൽ ഞാൻ എന്നതിന് തത്തുല്യമായി ആത്മാവ് എന്നും പറയും. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇരുളിലിരുന്ന് ഞാൻ എന്ന് അറിയുന്ന ബോധമാണ് ആത്മാവ് എന്ന്. ആ ബോധത്തിൽ നിന്ന് ഉതിർന്നു വരുന്ന അസംഖ്യം അനുഭവ രൂപത്തിലുള്ള അറിവുകളാണ് ഈ ശരീരങ്ങളായും പ്രപഞ്ചമായും ഒക്കെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സമാധാനമായി ഇരുന്ന് ഗുരു പഠിപ്പിക്കുന്ന ഈ ഭാഗം മനസ്സിലാക്കി ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. പ്രപഞ്ചമുള്ളതാണ്, ഉള്ളതിന് ഇല്ലാതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഉള്ളത് എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രപഞ്ചമായി തീർന്ന ആത്മാവ് എന്ന പൊരുളിന് ഒരിക്കലും ഇല്ലാതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ ആത്മാവ് അനാദിയാണ്, അല്ലെങ്കിൽ തുടക്കവും ഒടുക്കവും ഇല്ലാതെ എപ്പോഴും ഉള്ളതാണ് ആത്മാവ് എന്ന അർത്ഥത്തിൽ. അത് അനന്തമാണ്. അതുകൊണ്ട് അതിനെ ജനന മരണങ്ങൾ ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കണം. കടലിൽ എണ്ണമറ്റ തിരമാലകൾ ഉയർന്നു പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോൾ തിരയുണ്ടായി നിലനിന്ന് നശിച്ചു എന്ന് തോന്നിയാലും ജലത്തിൻ്റെ രൂപത്തിൽ അതെപ്പോഴും അവിടെ തന്നെയുണ്ട്, ഒരു കുറവും സംഭവിക്കുകയില്ല. ഈ ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ നമ്മുടെയും ജനന മരണങ്ങളെ മനസ്സിലാക്കണം. ഉദാഹരണത്തിൽ കണ്ട പോലെ തന്നെയാണ് ഇപ്പറഞ്ഞ ആത്മാവ് അഥവാ ബോധത്തിൽ നമ്മൾ ഉൾപ്പെടുന്ന ശരീരങ്ങളും പ്രപഞ്ചവും അറിവിൻ്റെ രൂപത്തിൽ ഉയരുകയും മറയുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. രൂപങ്ങൾ ഉണ്ടായി മറഞ്ഞാലും അവ ബോധത്തിൽ നിന്ന് ഉണ്ടായി മറയുന്ന അറിവുകൾ എന്ന നിലയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് നാശമേ സംഭവിക്കുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ആത്മാവെന്ന ഈ സത്യം ആനന്ദം അല്ലെങ്കിൽ ശാന്തിയുടെ പരമാവധി കൂടിയാണെന്ന്. ഈ ശാന്തിയുടെ പരമാവധിയായിരിക്കുന്ന ആത്മാവിന് നമ്മൾ ഏർപ്പാടാക്കുന്ന ഒരു വൈദികൻ ശാന്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ശാന്തമായി ഇരുന്നാൽ മതി.
ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നാരായണ ഗുരു നാരായണ സ്മൃതിയിൽ പറഞ്ഞത് മരണാനന്തരം ആത്മാവിന് വേണ്ടി എന്ന പേരിൽ മരണാനന്തര കർമ്മങ്ങളും മറ്റും നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആചാരതൽപരന്മാർ ചെയ്തു പോരുന്നു. ഇപ്പറഞ്ഞ കാര്യങ്ങൾ അറിവില്ലായ്മ അഥവാ അജ്ഞാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അവിദ്യാവിലാസമാണ് എന്ന കാര്യത്തിൽ ബോധ്യമുള്ളയാൾ അല്ലെങ്കിൽ അറിവുള്ളയാൾ ഇപ്പറഞ്ഞ യാതൊരു പരിപാടികളും ചെയ്യേണ്ടതില്ല എന്ന് നല്ല വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വിഷയങ്ങളെപ്പറ്റി ധാരണയില്ലാത്ത, വിശ്വാസത്തിൻ്റെ ഭയം ബാധിച്ചവർക്ക് സ്വന്തം സമാധാനത്തിനും തൃപ്തിക്കും വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രം. പിന്നെ ഓരോരുത്തർക്കും ഓരോ ആത്മാവ് വീതമുണ്ട്. അതായത് അനേകം ആത്മാക്കൾ ഈ ലോകത്തുണ്ട്. ഈ ആശയം എവിടെ നിന്നായിരിക്കും നമ്മുടെ ഇടയിൽ കടന്നു വന്നത്? അതിനെ ചേർത്ത് വച്ച് അതിനെ പ്രമാണമാക്കിയാണല്ലോ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഭാവനകളും കഥകളും എല്ലാം നിലനിൽക്കുന്നത്. ആത്മാക്കൾ പലതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ന്യായ വൈശേഷിക രാമാനുജ മതം പോലെയുള്ള ചിന്താ പദ്ധതികളും ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ ആധാരമായി എടുത്തുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കണ്ട നിലവാരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളുമൊക്കെ പ്രചരിക്കുന്നത്. ഇവ യാഥാർത്ഥ്യമല്ല, കാൽപ്പനികമാണ് എങ്കിൽ പോലും സാധാരണഗതിയിൽ വിശ്വസിച്ചു പോകുന്ന രീതിയിലാണ് അവയെ മെനഞ്ഞെടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കഥകൾ മെനഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെയൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത് ഓരോ ജീവിക്കും പ്രത്യേകം ആത്മാവുണ്ട് എന്നാണ്. അവ പരമമായ സത്യത്തിലേക്ക് പോകുന്നു, ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നു, നരകത്തിലേക്ക് പോകുന്നു, മറ്റ് ദേവന്മാർ വസിക്കുന്ന ലോകങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെയാണ്. ഇത് അറിവിൻ്റെ അവസാനം എന്ന് കരുതപ്പെടുന്ന ആധ്യാത്മികതയുടെ അന്തിമ സ്ഥാനമായ വേദാന്തത്തിന് സ്വീകാര്യമല്ലാത്ത നിലപാടുകളാണ്. ഇത്തരത്തിലുള്ള അനുഭവരഹിതമായ ഊഹാപോഹ വിശ്വാസങ്ങൾക്കപ്പുറത്ത് ആത്യന്തികമായി പരമമായ സത്യം എന്ത് എന്ന് അനുഭവത്തിൽ കണ്ടെത്തിയ ഋഷികളും വ്യാസനും ഉപനിഷത് ദർശനങ്ങളും അറിവിൻ്റെ അവസാനമായ അദ്വൈത വേദാന്തവും നാരായണ ഗുരുവുമൊക്കെ നമ്മൾ വിശദമായി കണ്ടതുപോലെ ഒരാത്മാവേ ഉള്ളൂ, അത് ഏകമാണ്, അതാണ് ഈ പ്രപഞ്ചമായി പ്രകാശിക്കുന്നത് എന്ന അവർക്ക് അനുഭവമായ കാര്യങ്ങളെ നമ്മുടെ യുക്തിക്ക് കൂടി നിരക്കുന്ന തരത്തിൽ നമ്മളെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ മഹാഗുരുക്കന്മാരുടെ വാക്കുകളാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്, അതോ ഊഹാപോഹങ്ങളാണോ? അല്ലെങ്കിൽ യാഥാർത്ഥ്യം വേണോ, കാൽപ്പനികത സ്വീകരിക്കണോ? സ്വയം തീരുമാനിക്കുക. ശരി, ഇനി നമ്മൾ കണ്ട ആത്മാവ് അല്ലെങ്കിൽ കോൺഷ്യസ്നസ് എന്നതിനെപ്പറ്റി ശാസ്ത്രം എന്തു പറയുന്നു എന്ന് നോക്കാം. ബോധം, കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് വിളിക്കുന്ന ഞാൻ ഉണ്ട് എന്ന അനുഭവം, അത് തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങളും നാഡീവ്യൂഹ സങ്കേതങ്ങളും ചേർന്ന് സൃഷ്ടിക്കപ്പെടുന്നതാണെന്നാണ് ന്യൂറോ സയൻസിൻ്റെ ലേബലിൽ പൊതുവേ നമ്മൾ കേൾക്കുന്നത്. അത് അങ്ങനെയാണ് എന്ന് തെളിയിക്കപ്പെട്ടതുപോലെ ആളുകൾ വാദിക്കുന്നതും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ വാസ്തവം അങ്ങനെയൊന്നുമല്ല. മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളും ബോധവും തമ്മിലുള്ള ശക്തമായ കോറിലേഷൻ ന്യൂറോ സയൻസിലും കോഗ്നിറ്റീവ് സയൻസിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും തലച്ചോറ് തന്നെയാണ് ബോധം സൃഷ്ടിക്കുന്നത് എന്നതിന് കോസേഷൻ തെളിയിക്കുന്ന വിധത്തിൽ അന്തിമവും നിർവിവാദവുമായ ശാസ്ത്രീയമായ ഒരു വിശദീകരണം ഇനിയും ലഭിച്ചിട്ടില്ല. അതിനാൽ ബോധം തലച്ചോറാണ് സൃഷ്ടിക്കുന്നത് എന്നത് ഇന്നും കേവലം ഒരു തിയറി മാത്രമാണ്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട അന്തിമ യാഥാർത്ഥ്യമല്ല. ശാസ്ത്രം അതിൻ്റെ വഴിയിൽ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നു, അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മറിച്ച് ശാസ്ത്രം അന്തിമമായ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു എന്നതൊക്കെ വാസ്തവവിരുദ്ധമായ പ്രചരണങ്ങൾ മാത്രമാണ്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പരിശോധിച്ചത്? ആത്മാവ് എന്തല്ല എന്ന് ആദ്യം കണ്ടു. ആത്മാവിൻ്റെ അർത്ഥവും നിർവചനവും, ആത്മാവ് ഇവിടെ എപ്രകാരം സ്ഥിതി ചെയ്യുന്നു, ആത്മാവിന് എവിടെയെങ്കിലും പോകാനോ വരാനോ അതിനെ ബന്ധിക്കാനോ ആവാഹിക്കാനോ ഒക്കെ കഴിയുമോ, ആത്മാവിന് ജനന മരണങ്ങളുണ്ടോ, ആത്മാവ് എന്നതിന് അനുഭവ രൂപത്തിലുള്ള തെളിവെന്താണ്,
പല ആത്മാക്കൾ ഉണ്ട് എന്ന ആശയം എവിടെ നിന്ന് നമ്മുടെ ഇടയിൽ വന്നു? ശാസ്ത്രത്തിൽ അന്തിമമായി ആത്മാവ് എന്ന ഈ ബോധത്തെപ്പറ്റി അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ പറ്റി എന്തു പറയുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഇന്ന് സാമാന്യമായി പരിശോധിച്ചത്. അതോടൊപ്പം നാരായണ ഗുരു ബോധം എന്ന സത്തയെപ്പറ്റി എന്ത് പഠിപ്പിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. ആത്മാവ് എന്ന വിശ്വസത്തയെപ്പറ്റി നാരായണ ഗുരു ഇത്രയും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കരുതരുത്. ഗുരു പറഞ്ഞതിൽ ചില കാര്യങ്ങൾ മാത്രം എടുത്ത് നാരായണ ഗുരു ഇങ്ങനെ ഒരു വിഷയം കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കൂടുതൽ അന്വേഷിക്കാനുള്ള വകുപ്പുണ്ട് എന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മാവെന്ത് എന്ന് വിശദമായി അറിയാനും ആ അനുഭവത്തെ അവരവരിൽ അനുഭവ രൂപത്തിൽ ഉണർത്താനും നാരായണ ഗുരു അറിയാൻ ആഗ്രഹമുള്ള മനുഷ്യർക്കായി എഴുതിത്തന്ന ആത്മോപദേശ ശതകം പഠനത്തിനും ചിന്തയ്ക്കും വിധേയമാക്കാവുന്നതാണ്. അതിൽ ആത്മാവിനെ പറ്റിയുള്ള 100 രഹസ്യങ്ങൾ കാണാൻ അല്ലെങ്കിൽ അറിയാൻ കഴിയും. ഗുരുവിനെ ഗുരുവായി തന്നെ അറിയുക, ഗുരുവായി പിന്തുടരുക. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം.